So I'd like to welcome PJ Joseph ji and also all the senior UDF and Congress leaders on the stage. PJ Joseph ഉൾപ്പെടെയുള്ള എല്ലാ സീനിയർ നേതാക്കന്മാരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ വേളയിൽ സ്വാഗതം ചെയ്യുകയാണ്. And of course, all the Congress workers, UDF workers, brothers and sisters, and friends from the media. അതുപോലെ തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാരെയും മാധ്യമങ്ങളുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. Can we move this thing? Can we move this? इसको तो हटा दो. Thank you. It disturbs a little bit. So, first of all, I'd like to apologize. My program got delayed, and so you had to wait here for so long to listen to me. ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്റെ പരിപാടി കുറെ വൈകിപ്പോയി. മറ്റു പരിപാടികളിലെ അതിഗംഭീരമായ ജനപങ്കാളിത്തം കൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേയേറെ കാത്തിരിക്കേണ്ടി വന്നു. അത് നിങ്ങളോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. And then I arrived here and they fed me the sweet. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മധുരം നൽകുകയുണ്ടായി. So thank you for that. അതിനും പ്രത്യേകമായി ഞാൻ നന്ദി പറയുകയാണ്. Now the main problem in front of Kerala today is jobs for its youth and the economic condition that Kerala finds itself in. നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തകർച്ചയുമാണ്. I was looking at some economic data and I was surprised to find that this is among the worst economic performance of India since independence. ഞാൻ ചില കണക്കുകൾ പരിശോധിക്കുകയുണ്ടായി നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും മോശമായിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ്. There are many reasons. I don't want to get into all of them. There is demonetization. There is a badly designed, badly implemented GST. There are the farm bills, rising prices, many different things. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. നോട്ട് നിരോധനം വ്യത്യസ്തമായ രീതിയിൽ മോശമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കിയ GST ഉണ്ടാവും. കാർഷിക ബില്ലുകൾ, കൃഷിക്കാർക്കെതിരായ കാർഷിക ബില്ലുകൾ ഉണ്ടാകാം. പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വിലക്കയറ്റം ഉണ്ടാകാം. പൊതുവായ വിലക്കയറ്റം ഉണ്ടാകില്ല. പല കാരണങ്ങളും ഉണ്ടാകാം ഈ സാമ്പത്തിക തകർച്ചയ്ക്ക്. The easy thing for me to do would be to come here and tell you what the left front has not done over the last 5-6 years. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യം എന്താണ്, ഇവിടെ വന്ന് ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 5 കൊല്ലക്കാലമായി ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ചെയ്ത് മോശമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് എളുപ്പമുള്ള വഴി. I could tell you that common people in Kerala can't get jobs. They have to sit in front of the assembly while left front people can get jobs in Kerala today. എനിക്ക് പറയാമായിരുന്നു സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടാൻ കഴിയുന്നില്ല. അർഹതപ്പെട്ട ചെറുപ്പക്കാർക്കാർക്കും ജോലി കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള അവരുടെ ബന്ധുക്കൾക്ക് ജോലി കിട്ടുന്ന അവസ്ഥയുണ്ട്. ചെറുപ്പക്കാര് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരമടന്ന് മുട്ടിലെഴുന്ന് കിടക്കേണ്ട സാഹചര്യമുണ്ട്. I could give you a long list of what the left has not done, what the RSS has done to the country. I could go on and on and on, but I don't want to do that. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറയാമായിരുന്നു. ഇടതുപക്ഷം ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ, RSS ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. You understand what they have done, what they have not done better than anybody else.
നിങ്ങൾക്കറിയാമല്ലോ അവരെന്താണ് ചെയ്തത്, എന്താണ് ചെയ്യാത്തത് എന്നുള്ളതൊക്കെ ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങളെന്ന് എനിക്കറിയാം. So, I have come here with a proposed solution to the economic problem. ഞാനിവിടെ വന്നത് നമ്മുടെ നാടിന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാവുന്ന വ്യക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. And it is a solution that we have worked on, we have thought about, we have discussed, we have calculated. ആ പരിഹാര മാർഗം എന്ന് പറയുന്നത് ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ ചർച്ച ചെയ്തു, അതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടത്തി അതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ്. And we are absolutely certain that this solution will get the economy of Kerala started, will put it among the fastest growing states in the country, and will also give jobs to millions of young Keralites. ഈ പദ്ധതി ഞങ്ങൾക്ക് നിശ്ചയമായും ഉറപ്പുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് വലിയ ഉത്തേജനം ഉണ്ടാവുകയും ഈ നാട്ടിലെ അഭ്യസ്തവിദ്യരും അല്ലാത്തവരുമായ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന പദ്ധതിയായി അത് മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. And I also believe that it is potentially a model for the rest of the country. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ പദ്ധതി വ്യക്തമായും അന്യ സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാകുന്ന ഒരു പദ്ധതി ആയിരിക്കും എന്നുള്ള കാര്യം ഞങ്ങളെ കുറിച്ച് വിശ്വാസമുണ്ട്. So if it works in Kerala, we will implement it in the rest of the country. ഇത് കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കും. അത് നടപ്പിലാക്കി വിജയമാണെന്ന് മനസ്സിലായ ഉടൻ ഇത് അന്യ സംസ്ഥാനങ്ങളിലും നമ്മൾ നടപ്പിലാക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. I'm going to explain the idea to you in 5 minutes. 5 മിനിറ്റ് കൊണ്ട് എന്താണ് ആ കാര്യം എന്നുള്ള കാര്യം ഞാൻ വിശദീകരിക്കുകയാണ്. You imagine a car with no fuel in the petrol tank. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പെട്രോൾ ഇല്ലാതെ ഒരു കാർ നിൽക്കുന്ന അവസ്ഥ. No matter what you do to that car, it is not going to start. എന്തായാലും പെട്രോൾ ഇല്ലാതെ ആ കാർ മുന്നോട്ട് നീങ്ങുകയില്ല. Because the engine needs petrol. കാരണം നമുക്കറിയാം കാറിന്റെ എഞ്ചിന് പെട്രോൾ ആവശ്യമുണ്ട് ചലിക്കാനായിട്ട്. Without the petrol, you can have a beautiful car, can have an engine inside, it can have the tires, it can have everything, but it's not going to start. ആ മനോഹരമായ കാറായിരിക്കും, മനോഹരമായ എഞ്ചിൻ ഉണ്ടാകും. അതുപോലെ തന്നെ പെട്രോൾ ഇല്ലാതെ ആ കാർ ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും പെട്രോൾ ഇല്ലാതെ ആ കാർ മുന്നോട്ട് നീങ്ങില്ല. What is the petrol of the economy? നമ്മുടെ സമ്പദ്ഘടനയുടെ പെട്രോൾ എന്താണ്? Petrol of the economy is money in people's hands. സമ്പദ്ഘടനയുടെ പെട്രോൾ എന്ന് പറയുന്നത്, സമ്പദ്ഘടനയുടെ ഇന്ധനം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. If you don't have money, you cannot buy things. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനൊന്നും കഴിയില്ല. You cannot buy essentials. നിങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ ഒന്നും വാങ്ങാൻ കഴിയില്ല. Forget about luxuries. അതിൽ മറ്റു കാര്യങ്ങൾ വിടുക. It means if nobody is buying things, there is no need to produce things. സാധനങ്ങൾ ആരും വാങ്ങുന്നില്ലെങ്കിൽ പിന്നെ സാധനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. If there is no need to produce things, factories will make nothing. സാധനങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമില്ലെങ്കിൽ പിന്നെ ഫാക്ടറിക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. And if factories don't make anything, unemployment will rise. ഫാക്ടറി ഒന്നും ചെയ്യാതിരുന്നാൽ അതിന്റെ അർത്ഥം എന്താ? തൊഴിലില്ലായ്മ വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും അതിന്റെ അവസ്ഥ. So in order to start the economy of Kerala, we have to put money in your hands. അപ്പോൾ നമ്മുടെ സമ്പദ്ഘടന ഒന്ന് ഉത്തേജിപ്പിക്കാൻ നമ്മൾ നിങ്ങളുടെ കയ്യിൽ, സാധാരണക്കാരന്റെ കൈകളിലേക്ക് പണം എത്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നു. The moment we put money in your hands, you will start to use that money, you will start to purchase things. നിങ്ങളുടെ കയ്യിൽ പണം കിട്ടിയാലുടൻ നിങ്ങൾ ആ പണം ഉപയോഗിക്കും, സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങും. The moment you purchase things, people will start to make things. നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോയാൽ, ഈ കിട്ടുന്ന പണവുമായിട്ട് എല്ലാവരും സാധനങ്ങൾ വാങ്ങാൻ പോയാൽ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ആവശ്യമായിട്ട് വരും. You will buy a shirt from the shop will need another shirt, somebody will have to put the other shirt there. നിങ്ങൾ പോയി ഷർട്ട് വാങ്ങുന്നു വിചാരിക്കുക, അപ്പോൾ ആ ഷർട്ടുകൾ ചിലവാക്കി കഴിഞ്ഞാൽ പുതിയ ഷർട്ടുകൾ വാങ്ങി ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. And the moment someone has to make the shirt, the factory will start, and the factory will look for somebody, a youngster, to work in it. ഈ ഷർട്ടുകളൊക്കെ തന്നെ നിർമ്മിക്കാൻ തുടങ്ങിയാൽ
ഫാക്ടറി ഉടമകൾക്ക് പുതിയ ജോലിക്കാരെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ജോലിക്കായി പുതിയ ഡിമാൻഡുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. Now I want you to think about how much money is taken from you every day. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിൽ നിന്നും എല്ലാ ദിവസവും എത്ര പൈസയാണ് കവർന്നെടുക്കപ്പെടുന്നത്. Demonetization, they took money. നോട്ട് നിരോധനം അവർ അതിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ പണം കവർന്നെടുത്തു. GST, they take money. GSTയിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം കവർന്നെടുത്തു. Rising prices, they take money. വിലക്കയറ്റത്തിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം അവർ കവർന്നെടുത്തു. Rising diesel and petrol costs, they take money. ഡീസലും പെട്രോളിന്റെയും വില വർദ്ധിപ്പിച്ചതിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ പണം കവർന്നെടുത്തു. It's easy for you to decide where they are taking your money. You can recognize it in 2 minutes. നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് മനസ്സിലാവും എവിടുന്നാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുക്കുന്നത് എന്നുള്ളത്, അവരെടുക്കുന്നത് എന്നുള്ളത്. Now I want to ask you, when did they put money in your hands? നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ, ഈ പണമൊക്കെ എടുത്തിട്ട് അവർ ആരുടെയെങ്കിലും കയ്യിൽ ഈ പണം വെച്ചോ, നിക്ഷേപിച്ചോ, കൊടുത്തോ, പണം കൊടുത്തോ? And this is what the Congress party and the UDF are proposing. ഇതാണ് കോൺഗ്രസ് പാർട്ടിയും UDFും ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന വൻ പദ്ധതി. We are proposing to start the Kerala economy by putting money into your hands. നമ്മൾ നിർദ്ദേശിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക രംഗം ഉത്തേജിപ്പിക്കാൻ നിങ്ങളുടെ കൈകളിലേക്ക് പണം നിക്ഷേപിക്കപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. Let me take you back to the car. കാറിലേക്ക് ഞാൻ തിരിച്ചു വരട്ടെ. ആ കാറിന്റെ Today there is a car. The Chief Minister of Kerala is sitting inside the car and he is trying to start the engine. ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മൾ സങ്കല്പിക്കുക, ഒരു കാറിൽ ഇരിക്കുകയാണ്. ആ കാറിന്റെ കീ അദ്ദേഹം തിരിക്കാൻ ശ്രമിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. There is no fuel in the car. കാർ മുന്നോട്ട് നീങ്ങുന്നില്ല, കാരണം കാറിനകത്ത് പെട്രോളേ ഇല്ല. He keeps turning the key. അദ്ദേഹം ഇങ്ങനെ കീ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Car does not start. കാർ വർക്ക് ചെയ്യുന്നില്ല, മുന്നോട്ട് നീങ്ങുന്നില്ല. Sometimes he presses the accelerator to see if it will start like that. Car does not ചില start. സമയത്ത് ആക്സിലേറ്ററിൽ അദ്ദേഹം അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും കാർ മുന്നോട്ട് നീങ്ങുന്നില്ല. Then he takes out Karl Marx's book Das Kapital, tries to see if he finds a solution to the problem in the book. No solution. അത് കഴിഞ്ഞ് അദ്ദേഹം കാർൽ മാർക്സിന്റെ മൂലധനം എന്ന പുസ്തകം മറിച്ചു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകാൻ. പക്ഷെ അതിലും അദ്ദേഹത്തിന് പരിഹാരം കിട്ടുന്നില്ല. So the first thing we are going to do when you elect a UDF government is we are going to pass a law called Nyay. ഐക്യജനാധിപത്യ മുന്നണി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ന്യായ് പദ്ധതി എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ, ഒരു നിയമനിർമ്മാണം നടപ്പാക്കുക എന്നുള്ളതാണ്. It will be the biggest injection of money into the Kerala economy that has ever happened. കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്താനുള്ള, ഉത്തേജിപ്പിക്കാനുള്ള ഏറ്റവും വലിയ പദ്ധതിയായിരിക്കും. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പദ്ധതിയായിരിക്കും അത് എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 6,000 rupees a month, 72,000 rupees a year to the poorest families in Kerala. നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് അവരുടെ മാസം 6,000 രൂപ, കൊല്ലത്തിൽ 72,000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മിനിമം എത്തിക്കുന്ന പദ്ധതിയാണ് ന്യായ് പദ്ധതി. അതാണ് നടപ്പിലാക്കുന്നത്. Within one day, nobody in this state is going to earn less than 72,000 rupees a year. അതായത് ആരും 72,000-ൽ കുറഞ്ഞ ഒരു വർഷം ആരും സമ്പാദിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. അവരുടെ കയ്യിലുണ്ടാകും 72,000 കുറഞ്ഞത്, അതിൽ കൂടുതൽ പിന്നീട് ഉണ്ടാവും. അത് ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ആവശ്യം. But we are not going to stop there. അവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ. There are 3 other things we are going to do to inject money into the economy. 3 കാര്യങ്ങൾ കൂടി ചെയ്യാണ് പണം നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ. 3,000 rupees minimum pension. എല്ലാ ക്ഷേമ പെൻഷനുകളും 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കും. 2,000 rupees a month to homeowners. വീടുകളിലെ വീട്ടമ്മമാർക്ക് മാസം 2,000 രൂപ അവരുടെ കൈകളിലേക്ക് എത്തിക്കും മാസം തോറും. And MSP in coconut milk, rubber, pepper, cardamom and paddy. റബ്ബർ, നാളികേരം, അരി, അതുപോലെ തന്നെ പാല്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഏലം ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ എല്ലാത്തിനും താങ്ങുവില പ്രഖ്യാപിക്കും കൃത്യമായ അർത്ഥത്തിൽ. So farmers are guaranteed a minimum price. അതുകൊണ്ട് കൃഷിക്കാർക്ക് ഒരു ചുരുങ്ങിയ വില
അവർക്ക് നിശ്ചയമായും ഉറപ്പാക്കും. And we are confident that the moment we give this money into your hands, the Kerala economy will start and joblessness will disappear in this state. ഈ പണം ജനങ്ങളുടെ വിവിധ പദ്ധതികളിലൂടെ ഈ പണം ജനങ്ങളുടെ കൈകളിലെത്തുന്നതോടെ കേരളത്തിലെ സമ്പദ്ഘടന ശക്തിപ്പെടും, ഉത്തേജിക്കപ്പെടും. Please do not think that we are doing charity, നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ കാരുണ്യ പ്രവർത്തനം നമ്മൾ നടത്തുന്നതായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. ഇത് that we are giving you a gift. നിങ്ങൾക്കൊരു സമ്മാനം തരുന്നതായിട്ടും കണക്കാക്കേണ്ടതില്ല. We respect you too much to do that. വളരെയേറെ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. We understand that the only way we can take the Kerala economy out of the hole that it is in is by using you to start the economy. ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ഇത് ഒരേ ഒരു പൊൻവഴിയേ ഉള്ളൂ എന്നുള്ളതാണ് UDF-ഉം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത്. We are using your energy to start the state of Kerala's economy. നിങ്ങളുടെ ഊർജ്ജം, ജനങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. We are using your energy to give jobs to the youngsters of this state. നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. And how did we find these solutions? നമ്മൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടത്? We didn't find them in any book. ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല ഈ പരിഹാര മാർഗം. No Karl Marx for us. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാറൽ മാർക്സ് ഒന്നുമില്ല. We didn't find them inside our organization either. നമ്മുടെ സംഘടനക്കകത്തു നിന്നും നമ്മൾ കണ്ടുപിടിച്ചതല്ല ഇത്. We found them by talking to the people of Kerala. കേരളത്തിലെ ജനങ്ങളോട് സംസാരിച്ച് അവരുമായി അഭിമുഖം നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടാണ് ഈ പദ്ധതി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. I have a list of commitments that we have given in our manifesto. എന്റെ കയ്യിൽ നമ്മുടെ ഈ നാടിന് നൽകിയ ഉറപ്പുകളുടെ പ്രകടന പത്രികയിലൂടെ നമ്മുടെ നാടിന് നൽകിയ ഉറപ്പുകളുടെ ഒരു ലിസ്റ്റ് തന്നെ എന്റെ കയ്യിലുണ്ട്. These are things that you have told us you need. ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Nyaya is not our idea, it is yours. ന്യായം എന്ന് പറയുന്ന പദ്ധതി നമ്മളുടെ ആശയമല്ല, അത് നിങ്ങളുടെ ആശയമാണ്. Minimum support price, yours. മിനിമം സപ്പോർട്ട് പ്രൈസ്, കുറഞ്ഞ താങ്ങുവില എന്നത് നിങ്ങളുടെ ആശയമാണ്. A separate budget for farmers, your idea. കൃഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ബഡ്ജറ്റ് വേണമെന്നുള്ളത് നിങ്ങളുടെ ആശയമാണ്. Subsidy for auto drivers, your idea. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് സബ്സിഡി വേണമെന്നുള്ളത് നിങ്ങളുടെ ആശയമാണ്. Reform of PSC, your idea. പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുനരാവിഷ്കരിക്കണമെന്നുള്ളത്, അതിന് പുനഃക്രമീകരിക്കണമെന്നുള്ളത് നിങ്ങളുടെ ആശയമാണ്. No bill hospital in every district, your idea. ബില്ലുകളില്ലാത്ത ആശുപത്രി എന്നുള്ളത് നിങ്ങളുടെ ആശയമാണ്. So we understand that wisdom lies with you. That wisdom lies with you. നമ്മൾ മനസ്സിലാക്കുന്നു വിവേകം നിങ്ങൾക്കാണ് വിവേകമുള്ളത്. നിങ്ങളിലാണ് വിവേകം ഉണ്ടായിരിക്കുന്നത്. We understand that solutions do not lie in our organization, do not lie in some theory, but lie among the people of Kerala. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സംഘടനകളിലല്ല, സിദ്ധാന്തങ്ങളിലല്ല ഉണ്ടാകുന്നത്, മറിച്ച് ജനങ്ങളിലാണ് പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി. Now I want you to ask the left front and the BJP a question. എനിക്കിനി ഇടതുപക്ഷത്തോടും BJPയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. I began the speech by saying I am not going to attack them for what they have done. ഞാൻ അവരെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആക്രമിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. But I have the right to ask one question. പക്ഷെ എനിക്ക് അവകാശമുണ്ട് ഒരു ചോദ്യം അവരോട് ചോദിക്കാൻ. And I would like you to ask them this question when they come campaigning to you. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് അവർ പ്രചരണവുമായി വരുമ്പോൾ നിങ്ങൾ അവരോട് ഈ ചോദ്യം ചോദിക്കണമെന്ന് കൂടിയാണ്. You say to them that the UPA has come with a concrete proposal. നിങ്ങളവരോട് പറയുക UDF വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. They are saying they are going to start the economy of Kerala by putting money into the system. UDF പറയുന്നത് കേരളത്തിലെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ ആളുകളുടെ കയ്യിൽ പണം കൊടുക്കുന്ന പദ്ധതിയുമായിട്ട് ഞങ്ങൾ വരികയാണെന്ന് UDF പറയുന്നു എന്ന് നിങ്ങൾ അവരോട് പറയണം. They are saying that no bank account in Kerala will have less than 72,000 rupees in it. അതാ UDF പറയാണ് ഏത് പാവപ്പെട്ടവന്റെ കയ്യിലും
72,000 കുറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുമെന്ന് UDF പറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ LDF അവരോട് പറയണം അവർ പ്രചരണത്തിന് വരുമ്പോൾ. They are saying that they have accounted for every rupee in this 6,000 rupees a month. ഈ 6,000 രൂപ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കണക്കുകളും UDF ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുള്ള കാര്യം നിങ്ങൾ LDF അവരോട് പറയുക. Can you please tell us what your plan is? എന്നിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുക, ഇതാണ് UDF പറയുന്നത്, നിങ്ങളുടെ പദ്ധതി എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന് അവരോട് ചോദിക്കുക. Can you tell us please how you are going to get Kerala out of the economic mess that it is in today? ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നിങ്ങൾ എന്ത് നിർദ്ദേശമാണ് കേരളത്തിൽ സമർപ്പിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക. Can you please tell us how you are going to give our children jobs? നിങ്ങൾ അവരോട് ചോദിക്കുക, എന്ത് മാർഗത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ജോലി കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവരോട് ചോദിക്കുക. Ask them this question. ഈ ചോദ്യം അവരോട് ചോദിക്കുക നിങ്ങൾ. Because you owe it to yourself and your future. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സങ്കല്പങ്ങളും പ്രതീക്ഷകളും നിങ്ങൾ അതിനോട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. You owe it to your children. നിങ്ങളുടെ കുട്ടികളോടും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. And you owe it to your parents. നിങ്ങളുടെ രക്ഷകർത്താക്കളോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. And I guarantee you there will be no answer. ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയാം, അവിടെ അവർക്ക് ഒരു ഉത്തരം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. That is the difference. We have gone and we have done our work. അതാണ് വ്യത്യാസം. നമ്മൾ കൃത്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. These pictures here, they are pictures of solutions. ഈ ഇവിടെ കാണുന്ന ചിത്രങ്ങളെല്ലാം പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള മാർഗങ്ങളായിരുന്നു. These are not empty words here. ഇതൊരു ശൂന്യമായ വാക്കുകളല്ല. This is work that your MLA has done. ഇത് നമ്മുടെ MLA ഈ നാടിന് വേണ്ടി ചെയ്ത, മുൻ മന്ത്രി കൂടിയായ PJ ചെയ്ത കാര്യങ്ങളാണ് ഈ ചിത്രത്തിലൂടെ കാണുന്നത്. And this is what the UDF is suggesting. ഇത്തരം കാര്യങ്ങളാണ് UDF നിർദ്ദേശിക്കുന്നത്. We are coming with a proposal that is going to solve this problem. നമ്മൾ കൃത്യമായ ഒരു പദ്ധതിയുമായിട്ട് വരികയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതി. And we have thought about it, we have studied it, and we are sure it will work. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിനെക്കുറിച്ച് പഠിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. We did the same with Manrega. ഇതുപോലെയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ ഈ നാടിന് വേണ്ടി നടപ്പിലാക്കിയത്. We put money into the rural economy and we gave India 10 years of 9% growth. നമ്മൾ ഗ്രാമീണ സമ്പദ്ഘടനയിലേക്ക് പണം ഇതുപോലെ നിക്ഷേപിച്ചു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ. അങ്ങനെയാണ് 10 കൊല്ലം കൊണ്ട് 9% സാമ്പത്തിക വളർച്ച ഈ ഇന്ത്യ രാജ്യം നേടിയെടുത്തതിനുള്ള കാര്യം അഭിമാനപൂർവ്വം പറയാം. People criticized us, said, look, they're spoiling poor people, they're ruining them, they're giving them bad habits. ഞങ്ങൾ ആ സംബന്ധിച്ച് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് പേര് വിമർശിച്ചു. ആളുകളെ മോശക്കാരാക്കുകയാണ്, അവരെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്തവരായി മാറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ആ കാലത്ത് ഞങ്ങൾ നേരിട്ടു. We said no, we believe in the people of India, we are going to do this. അന്ന് നമ്മൾ അവരോട് മറുപടി പറഞ്ഞു, നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും ഞങ്ങൾ ഇന്ത്യയിലെ ഗ്രാമീണ ജനങ്ങളിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ നാടിന് സമർപ്പിച്ചത്. The Prime Minister stood in the Lok Sabha and abused Manrega. പ്രധാനമന്ത്രി ലോക്സഭയിൽ ചർച്ച നടക്കുമ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി സ്മാരകമാണ്, അഴിമതിയുടെ സ്മാരകമാണെന്ന് ഞങ്ങളെ ആക്ഷേപിക്കുകയുണ്ടായി. He said he is going to leave it as a monument to UPA's failures. അതായത് UPAയുടെ കാലത്തെ പരാജയങ്ങളുടെ ഒരു സ്മാരകമായിട്ട് അതിനെ മാറ്റുകയാണ് എന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച്. But today he does not have the guts to say that it was Manrega who saved India during COVID. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് പറയാൻ ധൈര്യമുണ്ടോ ഈ കോവിഡ് കാലത്ത് ഇന്ത്യയെ രക്ഷിച്ചത് ആ തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പറയാനുള്ള ആർജവുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. So we understand how to do this and we are going to do it successfully in Kerala. അതുകൊണ്ട് ഈ പദ്ധതിയും എങ്ങനെയാണ് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. We have also done another revolutionary thing. ഒരു വിപ്ലവകരമായ മറ്റൊരു കാര്യവും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. And you will see the impact of this decision after the election. ആ തീരുമാനത്തിന്റെ പ്രതിഫലനങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും. We are proposing a new imagination for this state. നമ്മൾ ഈ സംസ്ഥാനത്തിന് തന്നെ പുതിയ ഭാവനാ സമ്പന്നമായിട്ടുള്ള
ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ്. And so 55% of our candidates are youngsters. കാരണം എന്താ? 55% നമ്മുടെ സ്ഥാനാർത്ഥികളും ചെറുപ്പക്കാരെ അണിനിരത്തിയുള്ള സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് അഭിമാനപൂർവ്വം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. And youngsters from all walks of life. എല്ലാ ഭാഗത്തു നിന്നുള്ള ചെറുപ്പക്കാർ. We have a 27-year-old girl. ഒരു 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട് നമുക്ക്. We have a young candidate whose parents are Manrega workers. ഒരു മറ്റൊരു സ്ഥാനാർത്ഥി മൻരേഗ തൊഴിലാളിയുടെ മകനായിട്ടുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയും നമുക്കുണ്ട്. Candidate after candidate is a youngster with a completely different way of thinking. സ്ഥാനാർത്ഥികൾക്ക് ശേഷം ഓരോ സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാം ഭൂരിപക്ഷം പേരും ചെറുപ്പക്കാരാണ്. And this is an investment for Kerala's future. ഇത് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നിക്ഷേപമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. But 45% of our candidates are experienced. പക്ഷെ 45% നമ്മുടെ സ്ഥാനാർത്ഥികൾ പരിചയസമ്പന്നരാണ്. And here is the most experienced. ഇവിടെയാണെങ്കിലോ ഏറ്റവും അനുഭവസമ്പന്നനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിൽക്കുന്ന ആൾ. He is the most experienced candidate probably in the state. ഈ സംസ്ഥാനത്തിനുള്ള ഏറ്റവും അനുഭവ സമ്പത്തുള്ള പരിചയസമ്പന്നനായ സ്ഥാനാർത്ഥി ഒരുപക്ഷെ PJ ആയിരിക്കുമെന്ന് പറയുന്നതിൽ തെറ്റില്ല. He is a dairy farmer, so he understands agriculture. അദ്ദേഹം കാർഷിക വൃത്തിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമുള്ള ആളാണ്. അതുകൊണ്ട് കർഷകനെ കുറിച്ചും കർഷക പ്രവൃത്തിയെക്കുറിച്ചും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. He's been a minister, അദ്ദേഹം മന്ത്രിയായിരുന്നു, home ministry, ആഭ്യന്തരമന്ത്രിയെ സ്ഥാനം ഉണ്ടായിരുന്നു, irrigation, ജലസേചനം ഉണ്ടായിരുന്നു, റവന്യൂ ഉണ്ടായിരുന്നു. He's been elected 9 times. 9 പ്രാവശ്യം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. Meaning 9 times you have believed in him. അതായർത്ഥം 9 തവണ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. There has to be something in the man. അപ്പൊ അതിനകത്ത് എന്തോ ചില കാര്യങ്ങൾ 9 തവണയും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കണമെങ്കിൽ അതിനകത്ത് ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. Otherwise people struggle to win 1 or 2 elections in a row. Here is a person who's won 9 and is going to win 10. അതല്ലെങ്കിൽ ചിലര് 1-2 പ്രാവശ്യം വിജയിക്കും. ഇവിടെ ഒരു മനുഷ്യൻ 9 തവണ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. So I'm confident that you're going to elect him for the 10th time. ഞാൻ ഉറച്ച ആത്മവിശ്വാസമാണ് 10ാമത് തവണ നിങ്ങൾ അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ച വിശ്വാസമുണ്ട്. Once again, it's night time. I apologize for coming late and I'd like to thank all of you for coming here. ഈ രാത്രി സമയത്ത് ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് വൈകി വന്നതിന്. അതുപോലെ തന്നെ ഇത്രയും സമയം കാത്തിരുന്നതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. Thank you very much. നന്ദി.